അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കുമരലൂർ കേട്ടോ. കുമരലൂർ നമ്മുടെ ദേവേട്ടൻ്റെ കടയിൽ ഇവിടെ ഒരു പ്രശസ്തമായ ഒരു ഐറ്റം ഉണ്ട്. ഇടിച്ച കോഴി. കടിച്ച കോഴി? കടിച്ച കോഴി, ഇടിച്ച കോഴി. ഇടിച്ച കോഴി? ഇടിച്ച കോഴിയും പൊറാട്ടി. അത് കോഴികൾ രാവിലെ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതൊക്കെ ഞാനൊക്കെ കോളേജിൽ ഇവിടെ ഞാൻ പഠിച്ചിട്ടുള്ളത്. കോളേജിലേക്ക് പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ വന്ന് കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ രുചി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. വാ കമാ. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ. കാണുന്നത് കപ്പ വെയിറ്റിങ് നോക്കാം നമുക്ക് അല്ലേ? കഴിച്ചാൽ നമുക്ക് നല്ല തിരക്കാട്ടോ ഇവിടെ അതിൻ്റെ ഉള്ളിൽ. എത്ര മണിക്ക് ഓപ്പൺ ആകുന്നുണ്ടാവും? രാവിലെ അതിരാവിലെ എണീറ്റ് ഉണ്ടായിട്ടുണ്ടാവും. നല്ല ഇതുണ്ടാവുള്ളൂ. 4 മണിക്ക് സ്റ്റാർട്ടപ്പ് ഉണ്ടാവൂലേ? ഇടിച്ചുണ്ടാക്കണ്ടത് നേരത്തെ തുടങ്ങണ്ടാവും. പക്ഷെ ഞായറാഴ്ച ഉണ്ട്, എല്ലാ ദിവസവും ഞായറാഴ്ച ഉണ്ടാവും. ചില സമയത്ത് ഇത് ഉണ്ടാവാറില്ല, വൈകിട്ടൊന്നും മൊബൈലില്ലേ. ചില സമയത്ത് കിട്ടൂല. നമ്മൾ 2 വട്ടം വന്ന് മടങ്ങിപ്പോയി. കൊറേ കാലം ഇത് ഇത് തീർന്നു കഴിഞ്ഞാൽ അടച്ചു പോകുന്നില്ലേ? വേറെ കൊറേ കാലം സെറ്റപ്പ് ആട്ടോ. ഒരു പേര് കൂടി കേട്ടോ നടക്കല്ലേ. ഒരു പേര് കൂടി ഞാൻ ഒരു പേരിലാണ് ഞാൻ ഇവിടെ പഠിച്ചിരുന്നു യൂസഫില് കുമരലൂർ അലിമാഷോടെ. പണ്ട് യൂസ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ പണ്ട് പഠിച്ചിരുന്നു അലിമാഷോടെ. അതില്ലേ എന്താ നമ്മളെ ദേവേട്ടൻ കേട്ടോ. ആള് ചൂട് തിരക്കണാള്. ഞാൻ പൊതുവെ പൊറോട്ട കഴിക്കാത്താണ്. അതെ, പൊറാട്ടയില് കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോപ്പിന് ഒഴിവാക്കിക്കാന്. അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ ഗുളി പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് കഴിക്കാൻ പറ്റില്ല പൊറോട്ട. എന്തുവാണെങ്കിലും കഴിക്കും. ഇങ്ങോട്ട് കടിക്കാത്ത എന്തും കഴിക്കും. നല്ല സൂപ്പർ പൊറോട്ട, അടിച്ച സോഫ്റ്റ് പൊറോട്ട. ഇത് മാത്രം മതി ഒരു ചായ. ഇതാണ് നമ്മൾ ഇടിച്ചു കുഴിച്ചോ. ഇതാണ് പ്രശസ്തമായ ഇടിച്ച പൊടി. കഴിച്ചോക്കാം. ഇത് പൊറോട്ടപ്പൊടി ഇടിച്ച കോഴിനെ മാറ്റാം. അത് ഈ ലെവലിൽ പിന്നെ ഒന്നും പറഞ്ഞില്ല. കുട്ടനാടാണ് ചെറുപ്പം മുതൽ കുട്ടനാടാ. ലോൺ പുട്ടുന്നോട്ടെ, പുട്ടും നല്ല തള്ളാൻ പറ്റുള്ളൂ. ആ തള്ള കിട്ടാവില്ലേ ഒന്നും പറയാം കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല നല്ല രസമുണ്ട്. ഇതൊന്ന് കഴിച്ചോ, ടേസ്റ്റ് ചെയ്താ. ഇവർക്ക് ഇടിച്ച കോഴി കടിച്ചു തിന്നോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർക്കൊന്നും ഉണ്ടാക്കുന്നത്. ഇടിച്ച കോഴി പ്രത്യേകം സൂപ്പർ. ഒരു രക്ഷയില്ല. എന്നുണ്ട് ഇവർക്ക് നല്ല ഫുഡ് എപ്പോഴും കൈ കൂടെ പോകും. ഇന്നെന്റെ വെപ്പോലെ പോന്നു തോന്നുന്നു. അത്ര ടേസ്റ്റ് ഉണ്ട്. ഇത് ഗ്രേവി ഇട്ടിട്ട് ബീഫാണോ? വേറെ വിളിയാ ചിക്കൻ ഗ്രേവി ആണല്ലോ. നോക്കിയത് അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഞങ്ങളുടെ കുടിച്ച് ഇത് പറയും വേണ്ടേ. കിട്ടല ഇതൊരു ചെറിയ സെറ്റപ്പ്. ചെറിയ സെറ്റപ്പിലാണ് ഇത്രയും തിരക്കുകൾ. കുമരലൂർ നമ്മുടെ എടപ്പാട് റോഡിൽ കയറിനോട് തന്നെ റെസ്റ്റോറൻറ്റ്, പ്രത്യേകിച്ച് പേരൊന്നുമില്ല കടക്ക്. ദേവേട്ടൻ്റെ കട വെച്ചാൽ ആരും കാണിച്ചത് സ്പെഷ്യൽ ഇതന്നെയാണ് ഇടിച്ച കോഴി. അതാണ് പൊറോട്ട, അതൊക്കെ മെയിൻ സ്പെഷ്യൽ. ആദ്യം പറഞ്ഞ ഒരു ഇടിച്ച ചിക്കൻ കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടാക്കിയ സംശയം ഉണ്ടല്ലേ? ചേട്ടാ ഒരു പൊറോട്ട.
ഞങ്ങൾക്ക് പഞ്ചായത്തായാലോ വിളിക്കാറെന്ന് കാണാൻ ഫുഡ് നിയന്ത്രണം എന്ത് നിയന്ത്രണം കൊറോണ പിന്നെ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ ഓർഡർ ചെയ്താൽ എന്താ ചെയ്യുക, റെഗുലർ ഉണ്ട്. ആ ചെക്ക് എന്ത് ചെയ്യും, ഇടിച്ച ചെക്കാണ്. ഫുഡ് കണ്ടാൽ സുബർക്ക് എങ്ങനെയാണ് ചെറുപ്പം മുതലൊക്കെ തന്നെ ഫുഡ് കണ്ടാല് നല്ല ചൂട് പൊറോട്ട, കുറച്ച് ഗ്രേവി, നല്ല എരിവുണ്ട് കേട്ടോ അല്ലേ. പ്രത്യേക മസാലയുടെ ഒരു പ്രത്യേക രീതിയിലുണ്ട് അല്ലേ. ആ ചായം കൂടി ചെല്ലുമ്പോഴേ ഇങ്ങനെ ഉപരത് ഇതൊക്കെ ചോദിച്ചോ. ഞാൻ ചെന്നാൽ അതിന്റെ കാണുമ്പോ ആളില്ലെന്നുള്ളൂ, നല്ല നീറ്റേ. തീറ്റയിൽ ഒരു കോംപ്രമൈസും ഇല്ല. പ്രത്യേക തരം മസാലയും ഒരു പ്രത്യേക ഫീൽ കേട്ടോ. നമുക്ക് നോക്കി ഫുള്ള് അടിച്ച് നിർത്തപ്പോൾ കഴിക്കാം കേട്ടോ. എന്താണ് കഴിയും ആള് ചെറുതാന്നുള്ളൂ, പക്ഷേ ഇതാണ് അവസ്ഥ. അങ്ങനെ അതിൽ ആസ്വദിച്ച് കഴിക്കുന്നതാക്കി 3-4 കുറ്റി പുട്ടുന്നില്ലേ. നാലാമത്തെ പൊറോട്ടയുമായി നമ്മുടെ സുബർക്ക ഇത് വേണമെന്നുണ്ടെങ്കിൽ 10 വരെ എത്തിക്കുമെന്നാണ് സുബർക്ക പറഞ്ഞത്. എന്തായാലും ഇന്നത്തെ കുട്ടി ഉഷാൻ അല്ലേ, ഇന്നത്തെ പ്രഭാതം അതായത് ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിട്ട് ഇത് കഴിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തട്ടുകടകൾ, അതേപോലെ കുഞ്ഞു കുഞ്ഞു ചായക്കടകളൊക്കെ രാവിലെ വന്ന് കഴിക്കുന്ന ഈ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും വിറകടുപ്പിലാണ് ചോദിച്ചത്. അതാണ് പുകാട്ടൊക്കെ വരുന്നുണ്ടല്ലേ കേട്ടോ, അലിഞ്ഞു പോകുന്നുണ്ട് ഇറച്ചി സൂപ്പ് കയറും. ട്രൈ ചെയ്യണം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടോ വയറ് ഫുള്ളായി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉഷാറായി, ഒന്നും പറയാനില്ല. നല്ല ഇടിച്ച കോഴിയും പൊറാട്ടയും നല്ല പതച്ച ചായ ഒക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ മക്കളെ വന്നോളി. ആ ഇടിച്ച കോഴിയുടെ ഒക്കെ മസാല ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയല്ല. അല്ല എഗ് മിക്സ് ഉണ്ടല്ലേ, എഗ് മിക്സ് ഉണ്ടോ വെച്ചിട്ടുണ്ട്, ഒരു കോഴിമുട്ട ചോയൊക്കെ വരാണ്ട്, ഒന്നും പറയല്ല. ആ പഴയ ടേസ്റ്റിനെ ഞാനൊക്കെ കോളേജ് പഠിക്കുമ്പോൾ കഴിച്ച അതേ ടേസ്റ്റിന് എപ്പോഴും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നമ്മുടെ കുമരലൂർ സെൻറ്റർ കഴിഞ്ഞ് കഴിക്കാൻ തന്നെ കുറച്ച് മീറ്റർ കൊണ്ട് പോന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രീഭദ്ര പൂജ സ്റ്റോറുണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ദേവേട്ടൻ്റെ കട. അപ്പോൾ ആരും മിസ് ചെയ്യണ്ട, നല്ലൊരു സ്പോട്ട് കേട്ടോ. നല്ല അടിപൊളി ഫുഡ് കഴിക്കണമെങ്കിൽ അത് കഴിച്ചോളൂ.